ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, ഇന്നത്തെ ഒരു എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഇന്നത്തെ എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ, ടുഡേയ്സ് എനർജി ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് ആ പേഴ്സൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എനർജി ആയിരിക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത്. ബാക്കി അവരെന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. യെസ്, ഇപ്പോൾ ഈ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റിലാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർക്ക് രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ട്. അതായത് ഇങ്ങനെ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവരുടെ മനസ്സിനെ ഒന്ന് ക്ലിയർ ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം. ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ട്രെയിനിങ് മീ. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇതാണ്. ആ വ്യക്തി ഓവർ സ്ട്രെസ്ഡ് ആണ്. ഭയങ്കരമായിട്ട് അവർ ആ ഒരു സ്ട്രെസ്സിലോട്ട് പോകുന്നുണ്ട്, മാനസിക സമ്മർദ്ദത്തിലാണ്. ആ ഒരു സമ്മർദ്ദം അവരെ തന്നെ ഡ്രെയിൻ ചെയ്യുകയാണ്. ആൻഡ് ദെൻ ബൈ ലൈങ് ഐ റിപ്റ്റ് അസ് എപ്പാർട്ട്. ഓക്കെ, നിങ്ങളോടത്ത് ഡിസ്ഹോണസ്റ്റി ആയിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ചില കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെ തമ്മിൽ വേർപിരിച്ചു എന്നുള്ളതാണ്. അതായത് സത്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചത് കൊണ്ട് നിങ്ങളിൽ നിന്നുള്ളൊരു സെപ്പറേഷനിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ട് വന്നു എന്ന് കാണുന്നുണ്ട്. ആൻഡ് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. അൺവേർത്തി ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ. അതായത് അവർ ചെയ്ത തെറ്റുകൾ അവരുടെ ഭാഗത്താണ്, മിസ്റ്റേക്കുകൾ എന്നൊക്കെ അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയാണ് അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങൾ തന്നെയാണ്. ഓക്കെ എന്ന്. ആൻഡ് ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. അവർ ഭയക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സെപ്പറേഷനായിട്ട് ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം. ഒരുപാട് ടൈം അവർ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ടൈം അവരായിട്ട് തന്നെ വേസ്റ്റ് ചെയ്തു. റൈറ്റ് ടൈമിൽ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയത്തിലാണ് അവരിപ്പോൾ ഓരോ ടൈമിലും കഴിഞ്ഞു പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫർഗോട്ടൻ. ഓക്കെ, ഈ ഒരു സോൾ കോൺട്രാക്റ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിലൂടെ അവർ പഠിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്. അത് ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ശരിക്കുള്ള വാല്യൂ എന്താണ്, അവരുടെ ലൈഫിൽ എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നൊക്കെയും അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ചിന്തകളിലും പല കാര്യങ്ങളിലും ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. നിങ്ങളെക്കാളും എന്തുകൊണ്ടും മെച്ചപ്പെട്ടൊരു പേഴ്സൺ അവരെക്കാളും എന്തുകൊണ്ടും മെച്ചപ്പെട്ടൊരു പേഴ്സൺ നിങ്ങളാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ആൻഡ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിതൗട്ട് യു. നിങ്ങളില്ലാതുള്ള ജീവിതം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത്. ഐ ആം സ്ട്രഗ്ലിങ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. നിങ്ങളോടൊരു ഫർഗീവ്നെസ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. മേ ബി അവർ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഫസ്റ്റ് അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ അവരോട് ക്ഷമിക്കുമോ എന്നുള്ളതാണ്. അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം അത്രമാത്രമാണ് അവർ നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നത് പാസ്റ്റിൽ. ആ ഒരു കാര്യം എപ്പോഴും അവർ ചിന്തിക്കുകയാണ്. ഈ ഒരു മൊമെൻറ്റിൽ അവരത് കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്.
നിങ്ങളെ മാനസികമായിട്ട് അത്രയും തകർക്കുന്ന രീതിയിൽ ഈ വ്യക്തി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. അതുകൊണ്ട് ഇനി മുതൽ മുന്നോട്ടുള്ള ലൈഫിൽ ഒരു പാർട്ട്ണർ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ആവണം. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് സ്ട്രോങ് ആകണമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ അവസരങ്ങൾ അവർ മിസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് നിങ്ങളെ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ പോയി, നിങ്ങളെ അവർ നഷ്ടപ്പെടുത്തി എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. അവരുടെ തെറ്റുകൾ തിരുത്തണം എന്നവർ ആഗ്രഹിക്കുകയാണ്. അവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. മേ ബി ആ ഒരു തെറ്റ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. അവരായിട്ട് കോസ് ചെയ്തൊരു ഡാമേജ്, അതിൽ അവർക്ക് ഒരുപാട് പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ അത്രയും മാത്രം അവർ വേദനിപ്പിച്ചിട്ടുണ്ട്. ചെറിയൊരു നിസ്സാരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ അവർ ഓവറായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതിലിപ്പോൾ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ഡിസ്റ്റൻസ്. ഇപ്പോഴും അവർ പറയുന്നത് ഒരിക്കലും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല, ഒരു ഡിസ്റ്റൻസിനും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ആൻഡ് ഐ ഫെൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾ എന്താണോ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് ആ ഒരു കാര്യം നിങ്ങൾക്ക് അവർക്ക് നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവർ ആ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട്. ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഈക്വലായിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് അവർ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങൾ എത്ര സ്നേഹം നൽകുന്നോ അത്രയും ഒരു സ്നേഹം നിങ്ങൾക്ക് ഇതുവരെ അവർ നൽകിയിട്ടുണ്ടാവില്ല. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ സൈഡിൽ നിന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ സ്ട്രോങ് ആയിട്ട് തന്നെ പ്രണയിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തൊന്നും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് നൽകാനും കഴിഞ്ഞില്ല. അതുപോലെ തന്നെ നിങ്ങൾ നൽകിയ അത്ര പോലും ഒരു സ്നേഹമോ കെയറോ അറ്റൻഷനോ ഒന്നും നിങ്ങൾക്ക് നൽകാനും ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഗോസിപ്പുകളെയൊക്കെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവർ എന്ത് പറയും, എന്ത് ചിന്തിക്കും എന്നെപ്പോഴും പറയുന്നൊരു വ്യക്തിയാണ് ഇവർ. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. പക്ഷെ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും കെയർ ചെയ്യാതെ, യാതൊരു പ്രശ്നങ്ങളും ബോധർ ചെയ്യാതെ തന്നെ വളരെ സിൻസിയറായിട്ട് തന്നെ ഈ വ്യക്തിയോട് നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയത്തിന് പകരമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഓക്കെ, അതൊക്കെ അവർക്ക് ഈ ഒരു സമയത്താണ് മനസ്സിലായത് എന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യാനും സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനിയും ഒരുമിച്ച് ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, ലൈഫിൽ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൺ. ഇനി ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അത്രത്തോളം ഒരു റിഗ്രറ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ. ആൻഡ് ബീയിങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിന്ന ഇത്രയും സമയമാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായത്. ആ ഒരു റിഫ്ലക്ഷൻ അവരിലേക്ക് വന്നത്, അവർ ചെയ്ത തെറ്റുകൾ എന്താണ്, നിങ്ങൾ എത്രത്തോളം നല്ല മനസ്സിൻ്റെ ഉടമയാണ്, നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തിയെ പ്രണയിച്ചത്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് അവർക്ക് ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ ചിന്തിച്ച പോലെയൊന്നുമല്ല ഇപ്പോൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. അവർ പ്രതീക്ഷിച്ചത് ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചാലും എല്ലാം അവസാനിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അവരുടെ ലൈഫിൽ ഉണ്ടാവും എന്നവർ പ്രതീക്ഷിച്ചു. പക്ഷേ കാര്യങ്ങളെല്ലാം അവർ ചിന്തിച്ചതിനും കീഴ്മേൽ പറഞ്ഞാണ് സംഭവിച്ചത്. ആ ഒരു ഔട്ട്കമാണ് അവർക്ക് ലഭിച്ചത്. അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും എനർജിയും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആയി എന്നറിയില്ല. അപ്പോൾ റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.